നമ്മുടെ കേന്ദ്ര സഹമന്ത്രി പ്രസംഗിക്കുന്നത് കണ്ടോ? പാദപൂജ പാടില്ലാത്തൊരു സംഗതിയാണ്. മാത്രമല്ല കുട്ടികളെ കൊണ്ട് അത്തരത്തിലൊരു ക്രിയ ചെയ്യിക്കാനേ പാടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കിനും പ്രവൃത്തിക്കും പുല ബന്ധം പോലുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ നോക്കൂ. പാദ നമസ്കാരം മാത്രം ചെയ്യരുത്, അതിൻ്റെ ആവശ്യമില്ല എന്ന പക്ഷമാണെങ്കിൽ ഒരാൾ പോലും കുഞ്ഞുങ്ങളെ പറഞ്ഞ് ചെയ്യിക്കുകയായിരുന്നു. ഓക്കെ അല്ലേ? ഇതിൽ നിന്നും നാം അദ്ദേഹത്തിന് ഏത് നിലയ്ക്കാണ് വിലയിരുത്തേണ്ടത്? ഒരാൾ ഒരു കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം തന്നെ ആ പ്രവൃത്തിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് ശരിയായ കാര്യമാണോ? അയാളെ വിമർശിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് വിമർശിക്കാതിരിക്കുക? ഒന്നുകിൽ അയാൾ ഇതൊന്നും പറയാൻ പോകരുത്. പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യം ചെയ്യാനും പോകരുത്. ഇതൊന്നും നമ്മുടെ കേന്ദ്ര സഹമന്ത്രി പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ് വാസ്തവം.